നമസ്കാരം. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് നടന്ന ഒരു ചെറിയ പ്രതിഷേധത്തെ സംബന്ധിച്ച് വളരെ വലിയ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകളാണ് ബംഗ്ലാദേശി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകളെ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. പ്രകടനം വളരെ സമാധാനപരവും എന്നാൽ ഹ്രസ്വവും ഒരു സുരക്ഷാ ഭീഷണിയും ഉയർത്താത്തതാണ് എന്നും വിദേശകാര്യ മന്ത്രാലയത്തിന് വേണ്ടി വിദേശകാര്യ വക്താവ് പറഞ്ഞു. ധാക്കയിലെ ഒരു ഹിന്ദുവിൻ്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒന്നിലധികം പേർക്കെതിരെ കേസ് എടുത്തിട്ടും ഈ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നായിരുന്നു ബംഗ്ലാദേശി മാധ്യമങ്ങളിൽ നൽകിയ വാർത്ത. ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശി ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടും ഡിസംബർ 20 ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് ഏകദേശം 20-25 യുവാക്കൾ മാത്രമാണ് ഒത്തുകൂടിയത്. ഈ മാധ്യമങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇങ്ങനെ നിറം പിടിപ്പിച്ച വാർത്തകൾ പരക്കുന്നതിനെ ഇന്ത്യ വളരെയധികം അതിശക്തമായി വിമർശിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് ബംഗ്ലാദേശ് മാധ്യമങ്ങളിൽ ചില ഭാഗങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായും ഇത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ടും അദ്ദേഹം പറഞ്ഞു. ഡിസംബർ 20 ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഏകദേശം 20-25 യുവാക്കൾ മാത്രമാണ് ഒത്തുകൂടിയത്. എന്നാൽ ഇത് വലിയ കോലാഹലമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം പോലും ആയിരുന്നില്ല. ഇത് വേലി കടക്കാനോ സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കാനോ ആരും തന്നെ ശ്രമം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഈ സംഘത്തെ പിരിച്ചുവിടുകയും സംഭവങ്ങളുടെ ദൃശ്യപരമായിട്ടുള്ള തെളിവുകൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിയന്ന കൺവെൻഷന് കീഴിൽ വിദേശകാര്യ ദൗത്യങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യ വളരെ വലിയ പ്രതിജ്ഞാബദ്ധമാണെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ബംഗ്ലാദേശ് അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ ബന്ധം വച്ച് പുലർത്തുന്നതും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്ക് ശക്തമായ ആശങ്കയുണ്ട് എന്നും ജയ്സ്വാൾ അറിയിച്ചു. ദാസിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യ ധാക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആൾക്കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നതായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രസ്താവന വന്നത്. 10 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് മുഹമ്മദ് യൂനിസ് പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അറസ്റ്റുകളൊന്നും നടന്നിട്ടില്ല എന്നും ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇന്നേ വരെ എന്നും ആണ് മറ്റ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകങ്ങൾ ഒരിക്കലും ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് മാത്രമല്ല, ബംഗ്ലാദേശിൽ ഈ അടുത്ത ഇടയായിട്ട് മതഭീകരവാദികളുടെ എണ്ണം കൂടുന്നു. ഏകദേശം പാകിസ്ഥാന് സമാനമായ രീതിയിൽ ഇവിടെ ഭീകരവാദ ക്യാമ്പുകൾ ഉൾപ്പെടെ വരുന്നുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ബംഗ്ലാദേശ് പാകിസ്ഥാൻ ISIയുടെ കീഴിൽ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നും പാകിസ്ഥാൻ്റെ ഇടക്കാല സർക്കാരിന് യാതൊരു തരത്തിലുള്ള റോളും ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണവുമായി ഇല്ലെന്നുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടായിരിക്കുന്നത്. അവാമി ലീഗിനെതിരെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന സമരത്തിന് ശേഷം ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ധ്വംസനങ്ങളും അല്ലെങ്കിൽ ഭീകരവാദികളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, ISIS കൊടികൾ പോലും ബംഗ്ലാദേശിൻ്റെ പല ഭാഗത്തും ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായത് പാകിസ്ഥാന് സമാനമായ രീതിയിൽ ഒരു ഭീകരവാദ രാജ്യമെന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് കൂപ്പുകുത്തുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ലോകം തന്നെ ഇതിനെ കാണുന്നത്. ഫാക്ടറി തൊഴിലാളിയായ കേവലം 25 വയസ്സു മാത്രം പ്രായമുള്ള ദീപു ചന്ദ്രനെ ദൈവനിന്ദ ആരോപിച്ചായിരുന്നു തല്ലിക്കൊന്നത്. ബംഗ്ലാദേശിൽ മുന്നേയും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും അതിനൊക്കെയും ഒരു മറയുണ്ടായിരുന്നു. അത് ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിലായിരുന്നു നടന്നത്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് ഹിന്ദുക്കളെ അവിടെ ടാർഗറ്റ് ചെയ്യുന്ന, ന്യൂനപക്ഷങ്ങളെ അവിടെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പോക്കാണ് അവിടെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഭരണകൂടം ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മതഭീകരവാദികളുടെ പിന്തുണയുണ്ടെങ്കിലേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഭരണം നടത്തുന്നത് പാക് റസാക്കർമാരാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണമില്ല.
ഭരണം മുഴുവൻ പാകിസ്ഥാൻ എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇത് നമുക്ക് ലഭ്യമാകുന്നത്. 1971 ശേഷമുള്ള പുതിയ ബംഗ്ലാദേശിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് ഇടമില്ല എന്ന് പറഞ്ഞ ഇടക്കാല സർക്കാർ കൊലപാതകത്തെ അപലപിച്ചിരുന്നു. ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്തവരെ വെറുതെ വിടില്ല എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും തരത്തിൽ ഒരു പോസിറ്റീവായ തരത്തിലുള്ള വാർത്തകളല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് അവിടുന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിനെ തുടർന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ, ആൾക്കൂട്ടാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുള്ളതായ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അതിനെതിരെ ഒരു ജാഗരൂകമായിട്ടുള്ള ഒരു നടപടികൾ എടുക്കുവാൻ സർക്കാർ ശ്രമിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇത് പുറത്തേക്ക് വരുന്നത് ഒന്നോ രണ്ടോ എന്ന് മാത്രമാണ്, ഒന്നോ രണ്ടോ. എന്നാൽ അവിടെ നിരന്തരം വലിയ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. എന്തായാലും ഇത്തരം ഒരു ബംഗ്ലാദേശിൻ്റെ നടപടിയിൽ കൂടി ബംഗ്ലാദേശ് ഏറെ വർഷം പിറകിലേക്ക് പോയിരിക്കുകയാണ്. ഇത് ഒരു ശുഭകരമായ വാർത്തയല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. എന്തായാലും ബംഗ്ലാദേശിനെതിരെ ഇത്തരം വീഴ്ചകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഇന്ത്യ പോലുള്ള ഒരു അയൽ രാജ്യത്തിനെ വെറുപ്പിക്കുന്നത് ഒരിക്കലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം ആയിരിക്കുകയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.